ഇന്നലെ കഴിച്ചു എന്നൊക്കെ യദുക്കുട്ടൻ ചുമ്മാ പറഞ്ഞതാ മാഡം. വന്നിരുന്നു, അതുപോലെ എഴുന്നേറ്റ് പോവുകയും ചെയ്തു. എന്താ മോനേത്? മോൻ ഭക്ഷണം കഴിക്കാതിരുന്ന അമ്മയ്ക്ക് അവിടെ നിൽക്കാൻ സമാധാനം കിട്ടുമോ? ഞാൻ ഇപ്പൊ കഴിയുന്നുണ്ടല്ലോ. അപ്പൊ എപ്പോഴും ഇങ്ങനെ വാരിത്തരാൻ അമ്മ അടുത്തിരിക്കണോ? യദുക്കുട്ടൻ അതാ ഇഷ്ടം. അമ്മേനെ എപ്പോഴാ ഹോസ്പിറ്റലിൽ പോന്നെ? ഇപ്പൊ പോണം. എന്താ അപ്പൂപ്പന്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകാത്തെ? അപ്പൂപ്പനിപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാം മാറി. എന്നിട്ട് പിന്നെ എന്തിനാ അപ്പൂപ്പനെ അവിടെ കിടത്തിയിരിക്കുന്നെ? ഹോസ്പിറ്റലല്ലേ, അവർക്ക് അതിൻ്റെതായ രീതികളില്ലേ? അമ്മയുടെ ഹോസ്പിറ്റലല്ലേ? അമ്മ ഒരു കാര്യം ചെയ്യാം, നേരെ പോയി അപ്പൂപ്പനെ ഡിസ്ചാർജ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. സാറിങ്ങോട്ട് വരുമോ മാഡം? ആ, സുമ ചോദിച്ചാലും കാര്യമുണ്ട്. അച്ഛൻ ചിലപ്പോ ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞേക്കും. അങ്ങനെയാണെങ്കിൽ എവിടെയെങ്കിലും അച്ഛന് താമസിക്കാനൊരു സ്ഥലം നോക്കണം. ഈ അവസ്ഥയിൽ അച്ഛനെ തനിച്ചു വിടാനും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അപ്പൂപ്പൻ നിൽക്കുന്നിടത്ത് ഞാനും നിന്നോളാം. അപ്പൊ അപ്പൂനൊക്കെ വേറെ ആളും ഉണ്ടല്ലോ. അതൊക്കെ നമുക്ക് ആലോചിക്കാം. ആദ്യം ഇത് കഴിച്ചു തീർക്കാൻ നോക്ക്. അപ്പൂപ്പനെ അരുണങ്ങളുടെ കൂടെ നിർത്തിയാലോ? എവിടെ? അരുണങ്ങൾ ഫാദറിന്റെ കൂടെ അല്ലേ? അതിനെന്താ, അപ്പൂനെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ അമ്മ നിർത്തിക്കോളാം. എവിടെ നിന്നാലും യദുക്കുട്ടനെ അവിടേക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. അത് മതിയോ? മതി. ഞാൻ വന്നിട്ട് കുറച്ച് സമയമായി. രഞ്ജിത്തിനെ വിളിക്കാമെന്ന് ഞാൻ പറഞ്ഞതാ, പക്ഷെ ഇയാളെ സമ്മതിച്ചില്ല. എടോ മതി, താൻ ഇവിടെ അധിക സമയം ചെലവഴിച്ചില്ല എന്ന് എന്നെ ബോധ്യപ്പെടുത്താനാണ് ഈ വെപ്രാളപ്പെടുന്നതെങ്കിൽ അത് വേണ്ട. ആ ടൈമൊക്കെ കഴിഞ്ഞടോ. ഇനി എന്തൊക്കെയായാലും എന്റെ പെണ്ണിനെ കുറിച്ച് എനിക്കൊരു സംശയം ഉണ്ടാവില്ല. എന്റെ ഭാഗ്യം. എന്താ സാറേ, താൻ പറ, എന്താ വിശേഷം? നത്തിങ് സ്പെഷ്യൽ. സ്പെഷ്യലൊന്നും ഇല്ലാന്ന് പറയണ്ട. അതെ രഞ്ജിത്ത്, സാരംഗിന്റെ പേഴ്സണൽ വിഷയങ്ങളുടെ മുന്നിൽ സാരംഗ് ഒരു വേലി കെട്ടി തിരിച്ചിട്ടുണ്ട്. അതിന്റെ അകത്തേക്ക് കയറണ്ടെന്ന് എന്നോടും പറഞ്ഞു. ഇപ്പോ രഞ്ജിത്തിനും അത് കേൾക്കേണ്ടി വരും. സോ ആ വിഷയം അങ്ങ് വിട്ടേക്ക്. ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ എപ്പോഴെങ്കിലും തന്റെ വീട്ടിലേക്കൊന്ന് വരുമ്പോ, അല്ലെങ്കിൽ മൈഥിലി ഇവിടേക്ക് വരുമ്പോ ഞങ്ങളുടെ കണ്ണൊന്ന് നിറഞ്ഞു പോവൂടോ. അത് തന്നെ ചോദ്യം ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല, നിങ്ങൾ അത്രയ്ക്ക് സ്നേഹിച്ചു പോയതുകൊണ്ട്. സാരംഗ്, ഒരു മേൽക്കൂരയ്ക്ക് താഴെ പരസ്പരം ബന്ധമില്ലാത്ത കുറച്ചു പേർ എല്ലാം അവസാനിപ്പിക്കണമെന്ന് താനൊന്ന് തീരുമാനിച്ച അവിടെ തീരില്ല ഇതൊക്കെ. ഞാൻ ഇടയ്ക്ക് ഇറങ്ങാം, നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഞാൻ തന്നെ മുഷിപ്പിച്ചോ? ഏയ് നോ നോ, പക്ഷേ എനിക്ക് അല്പം തിരക്കുണ്ട്. ഓക്കെ ഓക്കെ, പോട്ടെ. എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. സാരംഗിനോടൊരു 10 മിനിറ്റ് സംസാരിക്കാൻ സമയം കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോ എല്ലാം ശരിയാക്കാൻ പറ്റുമായിരുന്നെന്ന്. പറ്റുമായിരുന്നു പണ്ടത്തെ സാരംഗിന്റെ അടുത്ത്, പക്ഷെ ഇപ്പൊ പറ്റില്ല. നീ ഇറങ്ങുവാണോ? പിന്നെ ഒരു കാര്യം, മൈഥിലിയുടെ കുടുംബകാര്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കാൻ പാടില്ല. മൈഥിലി ഇവിടെ പറഞ്ഞിട്ട് പോയ മറുപടി ശ്രദ്ധിച്ചായിരുന്നോ? ആ വാക്കുകളിൽ വല്ലാത്തൊരു വേദനയുണ്ട്. ഞാൻ ആ കാര്യം പറയാനാ ഫാദറിനെ കാത്തു നിന്നത്. എന്താടാ? ചുറ്റും സംഭവിച്ചത് എന്താണെന്ന് അറിയില്ല എന്ന് മാം പറഞ്ഞു. പക്ഷേ അതൊരു പരിഹാരമല്ലല്ലോ. പക്വതയുള്ള ആരെങ്കിലും ഒന്ന് ഇടപെട്ട് ചോദിച്ചാൽ കാര്യം എന്താണെന്ന് അറിയാനും പരിഹരിക്കാനും പറ്റും. ഫാദറിന് പറ്റില്ലേ? ഞാനിനി മൈഥിലിയോട് മറ്റെന്ത് ചോദിക്കാനടാ? മാമിനോട് ചോദിക്കണ്ട, ആ വീട്ടിൽ വേറെ ആൾക്കാരുണ്ടല്ലോ, അവരെയും നമുക്കറിയാൻ പറ്റില്ലേ? എടാ, നിന്റെ ഉദ്ദേശശുദ്ധിയെ ഞാൻ മാനിക്കുന്നു. പക്ഷേ ഞാൻ ചെല്ലുന്നതിനും ചോദിക്കുന്നതിനും ചില പരിധികളൊക്കെ ഉണ്ട്. ഫാദർ ഒഴിഞ്ഞു മാറരുത്. 1 മിനിറ്റെങ്കിൽ 1 മിനിറ്റ് നേരത്തെ മാഡത്തിന് കുറച്ച് സ്വസ്ഥത കിട്ടണം. മാമിൻ്റെ കുടുംബജീവിതത്തിൽ ഒന്നും സംഭവിക്കാൻ പാടില്ല. അവരങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്ന കാണുമ്പോൾ ആ സന്തോഷം നമുക്കും കൂടി കിട്ടുമല്ലേ ഫാദർ? നീ വിഷമിക്കണ്ടടാ. തൽക്കാലം
നീ നിനക്ക് ചെയ്യാനുള്ള കർത്തവ്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യും. എൻ്റെ ഒരു കണക്കുകൂടലനുസരിച്ച് സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മൈഥിലിക്കൊരു തുണയുടെ ആവശ്യമില്ല. അതിനു വേണ്ട ഉൾക്കരുത്തൊക്കെ അവൾക്കുണ്ടടാ. പക്ഷേ നെഞ്ചിൽ വല്ലാത്തൊരു പിടച്ചില്. അത് വേണം. കൂടപ്പിറപ്പിനെ പോലെ കാണുന്ന ഒരാൾക്ക് സങ്കടം തോന്നുമ്പോൾ ആ വിഷമത്തിൻ്റെ ഒരു പങ്ക് നിന്റെ ഉള്ളിലുണ്ടാവണം. അത് മനുഷ്യത്വത്തിൻ്റെ ഒരു ലക്ഷണമാണ്. അങ്ങനെയുള്ള വേദനകളൊക്കെ അല്പം ഉണ്ടായിക്കോട്ടെടാ. ആ, നീ മനസ്സൊക്കെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് പോയിട്ട് വാ. ശരി. സുമ, ആ സാരംഗിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കിക്കൊള്ളണം കേട്ടല്ലോ. ശരി മാഡം. ആ പിന്നെ ഡ്രസ്സൊക്കെ ഞാൻ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ സാരംഗ് പുറത്തു പോവുകയാണെങ്കിൽ അതൊന്നുകൂടി അയൺ ചെയ്ത് കൊടുക്കണം. ഉം? ആ പിന്നെ സാധനങ്ങളൊക്കെ തെരഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ സാരംഗിന് പെട്ടെന്ന് ദേഷ്യം വരും. എന്താണോ ചോദിക്കുന്നത് അത് കയ്യകലത്തിൽ തന്നെ ഉണ്ടാവണം. മാഡം പേടിക്കണ്ട. സാറിന്റെ ശീലങ്ങളൊക്കെ എനിക്കും അറിയാവുന്നതല്ലേ. പിന്നെ അച്ഛനെ അന്വേഷിച്ചെന്ന് പറയണേ. ഞാൻ പറയാം. അച്ഛനെങ്ങനെയുണ്ട്? അച്ഛനിപ്പോ ഓക്കെയാണ്. എന്നാ ഡിസ്ചാർജ്? ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യും. അച്ഛന് പെട്ടെന്ന് പോകാൻ പറ്റില്ലല്ലോ. ഇങ്ങോട്ട് വിളിച്ചോളൂ, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അച്ഛന് ബുദ്ധിമുട്ടുണ്ടാവും. അച്ഛന് അസ്വസ്ഥത തോന്നുന്ന സ്ഥലത്ത് അച്ഛനെ നിർത്താതിരിക്കുന്നതല്ലേ നല്ലത്. അത് തൻ്റെ ഇഷ്ടം. അച്ഛൻ പാവമാണ്. താങ്ക് യു. അച്ഛനെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഇറങ്ങട്ടെ. ആ മൈഥിലി, ഞാൻ അനാമികയുടെ വീട്ടിൽ പോയതാ. രഞ്ജിത്ത് ഇവിടെ വന്നിരുന്നു. അനാമികയെ കാണാൻ ചെല്ലണമെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ ഞാൻ കാണാൻ ചെന്നില്ലല്ലോ. അതിൻ്റെ ഒരു പരിഭവം ഉണ്ടായിരുന്നു. അതങ്ങ് തീർന്നു. നന്നായി. ഏറ്റവും അടുപ്പമുള്ള മനുഷ്യരുടെ വേദന തിരിച്ചറിയുന്നതാ നല്ല മനുഷ്യരുടെ ലക്ഷണം. അല്ല, അനാമിക അങ്ങനെ ചെയ്തതിന് കാരണം യദുവാണല്ലോ. അപ്പൊ ആ അർത്ഥത്തിലൊരു ബാധ്യത ഉണ്ടല്ലോ. യദുക്കുട്ടൻ പറഞ്ഞതുകൊണ്ടല്ല അവൾ അങ്ങനെ ചെയ്തതെന്ന് അനാമിക ICUവിൽ വെച്ച് എന്നോട് പറഞ്ഞിരുന്നു. ആ അല്ലെങ്കിലും വീർപ്പുമുട്ടലിന്റെ കാരണങ്ങൾ അനുഭവിക്കുന്നവർക്കല്ലേ മനസ്സിലാവും. അടുത്ത് നിൽക്കുന്നവർക്ക് അറിയാൻ പറ്റില്ലല്ലോ. അനാമിക നല്ലവളാ. പരസ്പരം വിട്ടുവീഴ്ചയില്ലാതെ സ്നേഹിക്കുന്ന രണ്ടുപേര്. സമ്പത്ത് ഒരുപാടില്ല. അതുകൊണ്ട് തന്നെ ആവോളം സമാധാനമുണ്ട്. കഥ പറഞ്ഞ സമയം കളയണ്ട, ഇറങ്ങിക്കോ. ഹലോ, എന്താ അച്ഛാ? വീട്ടിലാണോ? ഇല്ല അച്ഛാ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി. എന്തെങ്കിലും വേണമായിരുന്നോ അച്ഛന്? വേണ്ട മോളെ, അച്ഛൻ നിന്നോട് യാത്ര പറയാനാ വിളിച്ചത്. യാത്ര പറയാനോ? അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? അസുഖമൊക്കെ മാറിയല്ലോ മോളെ, അച്ഛന് പോകണം. അച്ഛൻ എങ്ങോട്ടും പോകുന്നില്ല. അച്ഛൻ എൻ്റെ കൂടെ നിന്നാ മതി. വീട്ടിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒരു താമസം ഞാൻ ശരിയാക്കാം. ഇല്ല കുട്ടി, വേദന നിറഞ്ഞ മുഖത്തോടെ നിന്നെ കാണാൻ അച്ഛന് വയ്യ. അച്ഛന് പോയേ പറ്റൂ. അച്ഛൻ ഫോൺ വെച്ചേ. ഞാനിപ്പോ അങ്ങോട്ട് വരികയല്ലേ, നമുക്ക് വന്നിട്ട് സംസാരിക്കാം. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയോ? അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? അച്ഛനെ ആരെ പുറത്തേക്ക് വിട്ടത്? അവിടെയുള്ള ആരെയും നീ വഴക്ക് പറയണ്ട. നീ പറഞ്ഞിട്ടാ ഞാൻ പുറത്തു പോകുന്നതെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അതുകൊണ്ട് അവരൊന്നും പറഞ്ഞില്ല. എന്നിട്ട് അച്ഛനിപ്പോ എവിടെ നിൽക്കുന്നത്? എനിക്കിപ്പോ അച്ഛനെ കാണണം. അച്ഛൻ അവിടെ ഇല്ല, കുറച്ച് ദൂരം പോകുന്നു. നിൽക്കാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ അച്ഛൻ നിന്നേനെ. എന്ത് കഷ്ടാ അച്ഛാ അത്. അച്ഛൻ കൂടി ഇങ്ങനെ ആയല്ലോ. അച്ഛൻ എത്ര ദൂരെ ആയാലും ഞാൻ അങ്ങോട്ട് വരാം. പോവല്ലേ പ്ലീസ്. നീ വന്നതിന് ശേഷം യാത്ര പറഞ്ഞിറങ്ങാൻ പറ്റില്ലെന്ന് അച്ഛൻ അറിയാം. നിന്നെ കരയിച്ചുകൊണ്ട് അച്ഛൻ ഇറങ്ങാൻ ബുദ്ധിമുട്ടാ. എന്ത് ചെയ്യാനാ മോളെ?
അങ്ങനെ ഒരു വിധിയായി പോയി. എങ്ങോട്ടാ ഇപ്പൊ പോകുന്നത്? ഇനി അച്ഛന്റെ കാര്യത്തില് എനിക്ക് ഒട്ടും ധൈര്യമില്ല കേട്ടോ. അതൊക്കെ നിങ്ങൾ ഡോക്ടർമാരുടെ വെറും തോന്നലല്ലേ. എന്നെ നടത്തിക്കാൻ ദൈവങ്ങളുണ്ട്. അവര് തീരുമാനിക്കുമ്പോഴല്ലേ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റൂ. അച്ഛാ, സാധാരണ യാത്ര പറഞ്ഞിറങ്ങുമ്പോ മനസ്സ് നിറഞ്ഞിട്ടാ പോകുന്നത്. എൻ്റെ മോളുടെ സന്തോഷം കണ്ടിട്ടാ പോകുന്നതെന്നൊക്കെ അച്ഛൻ പറയാറുണ്ട്. ഇപ്പൊ അത് പറയാൻ അച്ഛന് പറ്റുന്നില്ലല്ലോ കുട്ടി. ആ സാരമില്ല, മോള് പിടിച്ചു നിൽക്കണം. എന്നെങ്കിലും തെറ്റിദ്ധാരണകളൊക്കെ മാറും. ഒരു കളങ്കവുമില്ലാത്തവളാ എൻ്റെ കുട്ടി. ദൈവം കാക്കും നിന്നെ. അച്ഛാ, അച്ഛൻ എവിടെയെങ്കിലും എത്തിയിട്ട് മോളെ വിളിച്ചോളാം. അച്ഛനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട മോള്. ശരി അച്ഛാ. എനിക്കുള്ള ബസ് വരുന്നുണ്ട്. ഞാൻ വിളിച്ചോളാം നിന്നെ. പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. നിങ്ങൾ സന്തോഷിക്കുമ്പോ ഞങ്ങൾ അച്ഛനമ്മമാർക്ക് നിങ്ങളുടെ അടുത്ത് എത്ര നേരം ഇരിക്കുന്നതും സന്തോഷമാ. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ തീയാണെങ്കിൽ അത് പറ്റില്ല. ഒട്ടും പറ്റാത്തതുകൊണ്ടായിരിക്കും അച്ഛൻ നിന്നെ കാണാതെ പോയത്. അച്ഛൻ പോയതിലല്ല അമ്മേ, അച്ഛന് വയ്യാത്തതല്ലേ. എനിക്കറിയാം അച്ഛന്റെ സങ്കടത്തിന്റെ ആഴം എത്രയായിരിക്കുന്നു. ഇത്രയും കാലം നടന്നു തീർത്തതുപോലെ ഇനി പറ്റില്ല അച്ഛനെ കൊണ്ട്. പ്രതീക്ഷകൾ നശിക്കുമ്പോ വീണു പോകും. സേതു അവന്റെ കൂട്ടുകാരെയും കൂട്ടി ഇടയ്ക്കിടയ്ക്ക് വീട്ടിലൊന്ന് വന്നു കയറലുണ്ടായിരുന്നു. പിന്നെ ഒരു ബഹളവാ, മേളവും പൊട്ടിച്ചിരിയും. ആളുകൾ അധികമാകുമ്പോ അവൻ എന്നോട് പറയും, അമ്മ വേണമെങ്കിൽ കൈസഹായത്തിനൊരാളെ വിളിച്ചോ എന്ന്. ഞാൻ സമ്മതിക്കില്ല. 10, 20, 30 പേരുണ്ടായാലും അവർക്കൊക്കെ ഞാൻ വെച്ചുണ്ടാക്കും. അവരുടെ എല്ലാവരുടെയും കാര്യങ്ങള് കൃത്യമായിട്ട് അന്വേഷിക്കും. സേതുവിന്റെ കൂട്ടുകാര് അമ്പരപ്പോടെ അവനോട് ചോദിക്കുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. അമ്മ എങ്ങനാടാ ഒരു ക്ഷീണമില്ലാതെ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നതെന്ന്. സത്യവാ, അന്ന് എനിക്ക് ഒരു ക്ഷീണവും തോന്നിയിട്ടില്ല. ഒരു കൂട്ടരെ ഇറങ്ങിക്കഴിയുമ്പോ അടുത്തവരെന്നാ വന്നു കയറുന്നെന്നുള്ള കാത്തിരിപ്പായിരുന്നു. കാരണം എന്താ? അതൊക്കെ എന്റെ മോന്റെ സന്തോഷമായിരുന്നു. എന്നിട്ട് അവനങ്ങ് പോയപ്പോഴോ, അന്ന് കയറിയതാ ഞാൻ ഈ കട്ടിലില്. അന്ന് വീണു പോയത്. അമ്മേ, അമ്മയ്ക്ക് ഒന്നിലും ഇടപെടാനും പരിഹരിക്കാനും ഉള്ള ത്രാണിയില്ല. ഈ കിടപ്പിൽ കിടന്ന് പ്രാർത്ഥിക്കാനേ പറ്റൂ. അത് ഈശ്വരൻ കേൾക്കുമോന്നും അറിഞ്ഞുകൂടാ. പക്ഷെ എന്റെ കാര്യത്തിൽ അമ്മ മനസ്സൊരുക്കി ഈശ്വരനെ വിളിക്കുന്നുണ്ട്. എല്ലാ തെറ്റിദ്ധാരണകളും തീർത്ത് പെട്ടെന്ന് ഒന്നിക്കാൻ പറ്റട്ടെ നിങ്ങൾക്ക്. എന്നിട്ട് അച്ഛനെ വിളിച്ചു പറയണം, തിരിച്ചു വിളിച്ച് കൂടെ കൊണ്ടുവന്ന് നിർത്തണം. അതൊക്കെ എന്റെ ആഗ്രഹങ്ങളാ. ശത്രുക്കളുണ്ട്. ചിരിച്ചു കാണിക്കുന്നവരൊക്കെ കൂടെ നിൽക്കുന്നവരല്ല. ഭ്രാന്ത് പിടിച്ച ചിലരുണ്ട്. മറ്റുള്ളവരുടെ സന്തോഷവും ചിരിയും ഒക്കെ ഇല്ലാതാക്കുന്നവര്. അടുത്തുകൂടുന്ന ആരെയും സൂക്ഷിച്ചു തന്നെ നോക്കണം, സംശയിക്കണം. ചിരിച്ചുകൊണ്ട് എന്റെ അടുത്ത് നിൽക്കുന്ന ആരെയും സംശയിക്കാൻ എനിക്ക് പറ്റില്ല അമ്മേ. ഇതിപ്പോ എന്താ പറയാ? ഞാൻ തെറ്റ് ചെയ്താലല്ലേ എനിക്ക് അതും പറഞ്ഞ് വേദനിക്കാൻ പറ്റൂ? ഏറ്റവും നല്ല പെണ്ണായിട്ട് ആരെയാ പറയാറ്? സീതാദേവിയെ. ആർക്കെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ? സത്യം വിട്ട് സഞ്ചരിച്ചിട്ടുണ്ടോ? ഇല്ല. അപവാദങ്ങൾ കേട്ടില്ലേ? സ്വന്തം ഭർത്താവിൽ നിന്ന് ശിക്ഷ വിധിച്ചില്ലേ? അതൊക്കെ നമ്മൾ പെണ്ണുങ്ങൾക്കുള്ള ഒരു സൂചനയാ. പെൺജന്മത്തിന് അങ്ങനെ ചില ശാപങ്ങളുണ്ട്. അതെന്റെ മോള് മറികടക്കണം. നിനക്കത് പറ്റും.
നിനക്ക് പണം വല്ലതും ആവശ്യമുണ്ടോ? ഇല്ല. ബർത്ത്ഡേയുടെ കാര്യങ്ങളൊക്കെ നീ തന്നെയല്ലേ അറേഞ്ച് ചെയ്യുന്നത്? അതിന് പണം എത്ര വേണമെന്ന് പറ, ഞാൻ ബാങ്കിലേക്ക് പോകുമ്പോ എടുക്കാം. ഞാനൊരു ബർത്ത്ഡേ നടത്തുന്നില്ല. അതെന്താ അങ്ങനെ? എനിക്ക് താല്പര്യമില്ല. ഡോക്ടർ മൈഥിലിയോടുള്ള വാശിയാണോ? ഞാൻ എന്തിനാ അവരോട് വാശി പിടിക്കുന്നേ? അവർക്ക് അവരുടെ കാര്യം, എനിക്ക് എന്റെ കാര്യം. സത്യത്തിൽ നീ കാണിക്കുന്ന ബോറ. ആ, ഞാൻ കാണിക്കുന്ന ബോറ. അവര് കാണിക്കുന്ന മുഴുവൻ ശരിയാ. അവരെന്ത് കാണിച്ചു? അവർക്കൊരു കുടുംബ പ്രശ്നമുണ്ട്, അത് മറ്റുള്ളവരുമായി ഡിസ്കസ് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. നിനക്കും അരുണിനും അത് അങ്ങനെ വിടാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ മനുഷ്യര് തമ്മിലുള്ള ബന്ധം എന്താ? സങ്കടം ഉണ്ടായാലും സന്തോഷം ഉണ്ടായാലും അത് ഷെയർ ചെയ്യാനുള്ളതല്ലേ. എന്നോട് കാണിക്കുന്നത് ഓക്കെ, അരുണിനെ കുറിച്ച് എന്താ പറയുന്നേ? അരുണിന്റെ മനസ്സിൽ ഡോക്ടർ മൈഥിലിയുടെ സ്ഥാനം എന്താ? സ്വന്തം പെങ്ങളെന്നല്ലേ. എന്നിട്ട് എന്താ പറയാൻ മടിക്കുന്നേ? ഓക്കെ, ഇനിയിപ്പോ മൈഥിലി അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു എന്ന് തന്നെ കരുതുക. നിങ്ങൾക്കത് പരിഹരിക്കാൻ പറ്റുമോ? ഞങ്ങള് ശ്രമിക്കും. അത് വെറും തോന്നല. മറ്റുള്ള കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ കാണുമ്പോൾ അത് ഞാനായിരുന്നെങ്കിൽ ഈസി ആയിട്ട് പരിഹരിച്ചേനെന്ന് എല്ലാവർക്കും തോന്നും. ഓരോ കുടുംബത്തിനും വ്യത്യസ്തമായ അന്തരീക്ഷമാണ്. അതിനകത്തുള്ളവർക്ക് അവിടുത്തെ ചൂടും പുകയും ഒക്കെ അറിയാനാവും. അച്ഛനെ ബാങ്കിൽ പോകുന്നുണ്ടെങ്കിൽ വേറെ റെഡിയാവും എന്ന് പറഞ്ഞാ ഞാൻ മൈഥിലിയെ പറ്റി കൂടുതൽ സംസാരിക്കണ്ടെന്ന്. സംസാരിക്കണ്ട, എനിക്ക് കേൾക്കാനേ ഒട്ടും താല്പര്യമില്ല. എന്നാ ഒരു കാര്യം ചെയ്, നീ എന്റെ കൂടെ ഇപ്പൊ ഇറങ്ങ്. നമുക്ക് കുറച്ച് പർച്ചേസ് ആവാം. ഡ്രസ്സോ ആഭരണോ എന്തു വേണമെങ്കിലും വാങ്ങിക്കാം. എനിക്കൊന്നും വേണ്ട അച്ഛനെ. ഇപ്പൊ ഈ സംസാരം ഒന്ന് നിർത്തിയാൽ മതി. ആയിക്കോട്ടെ, എങ്കിൽ ഞാൻ പോയിട്ട് വരാം. ഇനി ഡോക്ടർ മൈഥിലിയെ കുറിച്ച് നിന്റെ ഭാഗത്ത് നിന്ന് ഒരു സംസാരം ഉണ്ടാവില്ലല്ലോ. പിന്നെ ഇതന്നെ സംസാരിച്ചോണ്ടിരിക്കാൻ എനിക്ക് ഭ്രാന്തല്ലേ? കാണുകയോ സംസാരിക്കുകയോ പരിചയപ്പെടുകയോ ഒന്നും വേണ്ടായിരുന്നു. ശരി ശരി, നീ കൂടുതൽ വയലന്റ് ആവണ്ട. ഞാൻ പോയിട്ട് വരാം. ഇരിക്ക്. ഗംഗാധരൻ മോളോട് പോലും പറയാതെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോയിന്ന്. മോൾ ആ സങ്കടത്തിലാ. അച്ഛന് സുഖമായല്ലോ അല്ലേ? അച്ഛൻ ഓക്കെ ആയിരുന്നു, പക്ഷെ എനിക്ക് പേടിയാ. പേടിക്കണ്ട, കനലിൽ ചവിട്ടി നടന്നവരാ ഞങ്ങളൊക്കെ. അത്ര പെട്ടെന്നൊന്നും ദഹിച്ച് തീരില്ല. അച്ഛൻ വീണുപോയെന്നറിഞ്ഞിട്ടും സാരംഗിന്റെ രീതിയിൽ മാറ്റമൊന്നും ഇല്ല അല്ലേ? ഇല്ല. വീട്ടി ഇത്രയും നല്ലൊരു കുടുംബത്തിന്റെ സ്വസ്ഥത ഇല്ലാതാക്കിയിട്ട് അയാൾ എന്ത് നേടുന്നു എന്നാ ധാരണ? കഷ്ടം. കാണുമ്പോ ഞാൻ അവനോട് അപേക്ഷിക്കുന്നത് നിന്നെ കൈവിടല്ലേ എന്നാ. അപ്പോഴും ഒഴിഞ്ഞു മാറ്റമാണ്. പക്ഷെ ഗംഗാധരന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ വരച്ച വരയിൽ നിർത്തി കാര്യം എന്താണെന്ന് അവനെ കൊണ്ട് പറയിച്ചേനെ. അല്ല, എന്തിനാ ഗംഗാധരന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലെന്ന് ചിന്തിക്കുന്നത്? നീ എന്റെ മോളല്ലേ? ഗംഗാധരന്റെ അതേ സ്ഥാനമല്ലേ നീ എനിക്ക് തന്നിരിക്കുന്നത്? ഞാൻ ചോദിക്കും മോളെ. വേണ്ട കുട്ടിച്ച, ഇപ്പൊ സാരംഗിന് ഈ കുടുംബത്തോട് ഒരു ഇഷ്ടമൊക്കെ ഉണ്ട്. അത് കളയാൻ നിൽക്കണ്ട. പിന്നെ നിന്നെ എന്നും ഇങ്ങനെ കാണുക എന്ന് വെച്ചാ എങ്ങനെയാ മോളെ സഹിക്കാൻ പറ്റുന്നത്? എന്റെ ഈശ്വര, എന്റെ കുട്ടിക്കൊരു നല്ല കാര്യം ചെയ്യാൻ പോലും എനിക്ക് പറ്റുന്നില്ലല്ലോ. കൂടെ ഉണ്ടല്ലോ, അതിൽ കൂടുതൽ വേറൊന്നും വേണ്ട. വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാനും നടത്താനും ഒന്നും കുട്ടിച്ചനെ ത്രാണിയില്ല. പക്ഷേ സങ്കടം സഹിക്കാൻ പറ്റില്ല എന്ന് തോന്നിയാ ഓടി ഇങ്ങോട്ട് വരാൻ നിനക്ക്. അച്ഛനും അമ്മയായിട്ട് ഞങ്ങളുണ്ട് നിനക്ക്. ശരി, ഞാൻ ഇറങ്ങാം. ശരി അമ്മ. ഗംഗാധരന്റെ നമ്പർ എന്റെ കയ്യിലുണ്ട്. ഞാൻ അയാളെ ഒന്ന് വിളിച്ചോളാം. ഒന്ന് വിളിക്കണേ കുട്ടിച്ച. വേറൊന്നിനുമല്ല, ഈ പ്രതിസന്ധിയിൽ ഞാൻ പിടിച്ചു നിന്നോളാന്നുള്ളൊരു ഉറപ്പ് കുട്ടിച്ചൻ കൊടുത്താൽ മതി. അച്ഛനൊരു സമാധാനം കിട്ടും. ആയിക്കോട്ടെ മോളെ.
ഇതൊക്കെ സാധിക്കുന്നു നിങ്ങളെ കൊണ്ട്. അവൾ ഈ അവസ്ഥയിലായതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നിങ്ങളാ. അതേ നിങ്ങളാ തൊണ്ടയിടറി അവളോട് സംസാരിച്ചതും സമാധാനിപ്പിച്ചതും. എനിക്കും നിനക്കും ഒക്കെ ഒരു മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാനും നീയൊക്കെ തോറ്റു. 2ഉം 3ഉം മുഖമുള്ളവർ സാഹചര്യത്തിനനുസരിച്ച് മാറി. അവരൊക്കെ വലിയ വലിയ ആളുകളായി. അവരോട് കളിക്കണമെങ്കിൽ നമ്മളും അത് ശീലിക്കണം. ഇതൊക്കെ കണ്ട് അമ്പരപ്പ് തോന്നണ്ട. ഇനി അങ്ങോട്ട് കാണുന്നതൊന്നും നിന്നെ കൊണ്ട് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല.